വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ റോസ് ഡൊണാൾഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ 02 ഗാരേജ് എന്ന് പറഞ്ഞാൽ അടുത്ത റീസ്റ്റോറേഷൻ വർക്കാണ്. ഇത് നമ്മുടെ 800 ആണ്. 2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ്ട് ഇതാണ് നമ്മുടെ വണ്ടി, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീല കളറായിരുന്നു നമുക്ക് വന്നപ്പോഴത്തേക്ക് വണ്ടി. ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി റെഡ് കളറിലേക്ക് പെയിൻറ്റ് ചെയ്തു. ഡ്യുവൽ ടോൺ ആണ് വണ്ടി വന്നേക്കുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് എന്നൊരു കോമ്പോയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് വണ്ടി കാണിക്കുന്നതിന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്കും ഇതുപോലെ ഏത് വണ്ടി ആയിക്കോട്ടെ, എന്ത് കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, നമ്മളെ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ വണ്ടിയിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ഈ ഒരു വണ്ടിക്കകത്ത് ഭയങ്കര റെയർ ആയിട്ടുള്ള കളറാണ്. കാരണം നോർമലി നിങ്ങൾ കാണുന്ന ആ ഒരു റെഡ് ഷെയ്ഡ് അല്ല അതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ആ ഒരു അത്യാവശ്യം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തൊരു ഡിസ്റ്റൻസിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നൈസ് ഒരു ലുക്കാണ്. അത് മാത്രമല്ല, നമ്മൾ ഷോറൂമിൽ നിന്ന് എങ്ങനെ ഒരു വണ്ടി ഇറക്കുമോ സെയിം ആ ഒരു ലുക്കിലേക്ക് തന്നെ, എന്ന് വെച്ചാൽ അത്രയും പെർഫെക്ഷനോടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം. നിങ്ങൾ വീഡിയോ കാണുന്നതിനേയും കാട്ടിയിട്ട് ഭംഗിയായിട്ടാണ് വണ്ടി നേരിട്ട് കിടക്കുന്നത്. ഈ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി കണ്ടോ. നമ്മൾ എങ്ങനെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങും സെയിം ആ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹെഡ് ലാമ്പ്സ് തുടങ്ങി നമ്മുടെ ബമ്പേഴ്സ് വരെ നമ്മളെല്ലാം കംപ്ലീറ്റ് ഒരു പുതിയ വണ്ടിയുടെ പോലെ തന്നെ ആക്കിയേക്കുവാണ്. റൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് റൂഫ് വേണ്ട, കംപ്ലീറ്റ്ലി സ്റ്റിക്കറും കാര്യങ്ങളൊന്നും അല്ല, പെയിൻറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് സീറ്റ് കവേഴ്സ് ഉണ്ട്. നമ്മൾ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫ്ലോർ മാറ്റ് ഉണ്ട്. വേറൊരു കാര്യം, ഈ സീറ്റ് കവറിൽ നമ്മൾ സെയിം ഈ ഒരു റെഡ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്റ്റിച്ചിങ് ഒക്കെ റെഡ് സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ആ ഒരു ബോഡി കളറും ഈ ഒരു സീറ്റും തമ്മിൽ അത്യാവശ്യം നല്ല തന്നെ മാച്ചിങ് ഉണ്ട്. സ്റ്റിയറിംഗിൽ ചെറിയ കവർ ഇട്ടിട്ടുണ്ട്. വേറൊരു കാര്യം, ഈ വണ്ടിക്കകത്ത് നമ്മൾ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 800-നകത്ത് പവർ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 800-നകത്ത് നമ്മൾ പവർ സ്റ്റിയറിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാണ് നമ്മൾ സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാഷ്ബോർഡ് അവിടെയൊക്കെ കണ്ടു നമ്മൾ സെയിം ഈ ഒരു റെഡ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എ സിയുടെ വെൻറ്റിനകത്ത് റെഡ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് സീറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്ക് സീറ്റും സെയിം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സീറ്റ് കവേഴ്സാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം സീറ്റ്സിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ വേണ്ട 12 ഇഞ്ചിൻ്റെ ഒരു വീൽ ക്യാപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ മെറ്റൽ സ്പോയിലർ വെച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റൽ സ്പോയിലറൊക്കെ വെച്ചിട്ട് ഈ വണ്ടി കാണാൻ അത്യാവശ്യം നൈസാണ്. ഈ ഒരു കളറാണ് ഇതിൻ്റെ മെയിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 800 ഒരുപാട് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കളറിൽ 800 കാണാൻ പാടാണ്. കാരണം അതിക്ക് ഭയങ്കര റെയർ ആയിരിക്കും ഈ ഒരു കളറിൽ നമ്മൾ 800 ഡെയിലി കാണുന്നത്. അപ്പം ബാക്കിൽ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിയിട്ടും ഭയങ്കര രീതിയിൽ സ്ട്രൈക്കിംഗ് ആണ്. എസ്പെഷ്യലി റെഡ് പെയിൻറ്റ് അടിച്ച വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്ട്രൈക്ക് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മളൊരു 800 പോലൊരു വണ്ടിയിൽ നമ്മളൊരു റെഡ് പെയിൻ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രൈക്ക് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് മോഡിഫിക്കേഷൻ പോലെ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഒരു ക്ലാസ് രീതിക്ക് നമ്മൾ റീസ്റ്റോർ ആണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ റീസ്റ്റോർ ചെയ്തെടുത്തേക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു വണ്ടി ആരും ശ്രദ്ധിക്കും. കാരണം നമ്മൾ ടിൻറ്റ് പോലും ഈ ഒരു വണ്ടിക്കകത്ത് അടിച്ചിട്ടില്ല. ലൈക്ക് ഒരു പെർഫെക്റ്റ് ഒരു ഷോറൂം കണ്ടീഷൻ പോലെ. അതിനകത്ത് ജസ്റ്റ് ഒരു സ്പോയിലർ മാത്രമാണ് പുറമേ നോക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ടെയിൽ ലാമ്പ് നോക്ക്, നമ്മൾ ബമ്പർ നോക്ക്, ഇതെല്ലാം കറക്റ്റ് നമ്മൾ കണ്ട എങ്ങനെ ഒരു പുതിയ വണ്ടി നമ്മൾ 800 ഇറങ്ങുമായിരുന്നു അതേ കണക്കാണ് ഇറങ്ങിയേക്കുന്നത്. പിന്നെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സെൻട്രൽ ലോക്കിങ്ങിൻ്റെ കീ വന്നേക്കുന്നത്. ഇതിനകത്ത് ലോക്ക്, അൺലോക്ക്, പിന്നെ വണ്ടിക്കകത്ത് ജസ്റ്റ് ഇതാണ്ട നമുക്ക് വണ്ടി എവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൗണ്ടിൻ്റെ ഒരു ഓപ്ഷനും ഉണ്ട്. ലോക്ക് അൺലോക്ക് വരുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മൾ സ്പീക്കർ സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ്, അത് ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ഡിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മൾ സ്പീക്കേഴ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നല്ല ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. ഈ ഒരു സെക്ഷൻ വരെ കണ്ട് ഇവിടെ വരെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ സീറ്റും കാര്യങ്ങളെല്ലാം ഊരിയിട്ട് പ്രോപ്പറായിട്ടാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അല്ല ജസ്റ്റ് സീറ്റെല്ലാം വെച്ചുകൊണ്ട് അല്ലാതെ ഒട്ടിപ്പറത്ത് അടിച്ചേക്കുമല്ല. വണ്ടി ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഫുഡ് കാണിച്ചു തരാം. വണ്ടിയുടെ നമ്മുടെ ഈ ഒരു ബോണറ്റ് സെക്ഷൻ ഇവിടെ തന്നെ നോക്കി നമ്മൾ എഞ്ചിൻ റൂം ഉൾപ്പെടെ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം എത്രത്തോളം നമുക്ക് ഈ ഒരു വണ്ടി പുതിയതുപോലെ ആക്കാമോ നമ്മൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. പുറമെ നോക്കി കഴിഞ്ഞാൽ മോഡിഫിക്കേഷനായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് രീതിക്ക് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈവൻ നമ്മൾ ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ പോലും നമ്മൾ കണ്ട എങ്ങനെ ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യിക്കാവോ അതേ കണക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. പിന്നെ ആസ് ഓൾവേസ് ഇതെല്ലാം ചെയ്തേക്കുന്നത് നമ്മുടെ 02 ഗാരേജിൽ നിന്നാണ്. നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഏത് വണ്ടി ആയിക്കോട്ടെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്ന കൊല്ലമാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി താഴെ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ പുറകെ ഇനി നമ്മൾ വേറൊരു 800 കൂടെ ഇറക്കുന്നുണ്ട്. സോ അതൊരു യുണീക്ക് കളറാണ്. 800 വന്നേക്കുന്നതിനകത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു യുണീക്ക് കളറാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തിട്ടേക്കാണ്. ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. സോ
അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല. ബൈ ഗൈസ്.